യാത്രകളോട് എന്നും പ്രണയമാണ്. യാത്ര മൂന്നാറിലേക്ക്. മൂന്നാർ ടൗണിലൂടെ നടന്നു പോകുമ്പോഴാണ് വഴിയരികിൽ ഒരു ഗാർഡൻ കണ്ടത്. നേരെ അങ്ങോട്ട് വെച്ച് പിടിച്ചു. 80 രൂപയുടെ ടിക്കറ്റ് എടുത്താണ് അകത്തേക്ക് കയറിയത്. പല നിറത്തിലുള്ള അനേകം പൂക്കളുണ്ടായിരുന്നു. ഒരു തണ്ടിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കളായിരുന്നു അവിടെ കണ്ടത്. വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയല്ലേ. പൂക്കളുടെ ഭംഗി ആസ്വദിച്ച് അതിലേ നടന്നു. അവിടെ എങ്ങും പച്ചപ്പും ഹരിതാഭയും നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അവിടെ ഒരു തടാകത്തിന് നടുവിൽ ഒരു കൂര. അതിലേക്ക് നടന്നു ചെന്നു. വളരെ ശാന്തമായി ആളൊഴിഞ്ഞു കിടക്കുന്ന ഒരിടം. ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഈ ഗാർഡൻ പടർന്നു കിടക്കുന്നത്. ഇങ്ങനെയുള്ള യാത്രകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നതിനായി കിട്ടുന്ന ഒരവസരവും ഞാൻ കളയാറില്ല. ഇവിടെ യാത്ര എൻ്റെ ഫ്രണ്ട്സാണെങ്കിലും ഫാമിലി റിലേറ്റീവ്സ് എല്ലാവരും ഒരു യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ഞാനുണ്ടെന്ന് പറഞ്ഞ് ചാടിക്കേറി പോകുന്ന ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഞാൻ. എനിക്കറിയില്ല യാത്രകളോട് എന്താണ് എനിക്ക് ഇത്ര ഇഷ്ടം വരുന്നതെന്ന്. വലിയ യാത്രകളൊന്നുമല്ല, ഇതുപോലുള്ള ചെറിയ യാത്രകളെല്ലാം പോകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മാനസിക സംതൃപ്തി അത് വേറൊന്നാണ്. മാനസികമായിട്ട് നമ്മൾ വളരെ ഒരു മൂഡ് ഓഫിലൊക്കെ ഇരിക്കുന്ന ടൈമിലാണ് നമ്മളിങ്ങനെ ഒരു യാത്ര പോകുന്നതെങ്കിൽ പ്രത്യേകിച്ച് ഭയങ്കര ഹാപ്പിനെസ് നമ്മുടെ മൈൻഡിൽ കൊണ്ടുവരാൻ കഴിയും. എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് ഈ യാത്രയിലൂടെ. ഞാൻ പെൺകുട്ടികളോട്, സ്ത്രീകളോട്, അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ്. നമ്മൾ സ്വന്തമായിട്ട് ഒരു 2 വീലറെങ്കിലും നമുക്ക് വേണം. സ്വന്തമായിട്ട് 2 വീലർ ഓടിക്കാൻ അറിയാവുന്ന നമുക്ക് മറ്റൊരാളെ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരില്ല. നമുക്ക് ചിലപ്പോൾ ഭർത്താവായിരിക്കാം, നമ്മുടെ പാരൻസ് ആവാം. നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരാവശ്യം നമുക്ക് ഉണ്ടാവരുത്. നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്കൊന്ന് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയിക്കോട്ടെ, വീട്ടാവശ്യങ്ങൾക്ക് തന്നെ നമുക്ക് പുറത്ത് പോകേണ്ട പല പല ആവശ്യങ്ങളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ സ്വന്തമായിട്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് ഞാനിപ്പോൾ വർഷങ്ങളായി ഞാനെല്ലാം എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെയാണ് പോകുന്നത്. എൻ്റെയും മക്കളുടെയും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. എനിക്കത് എൻ്റെ 2 വീലർ എനിക്ക് കിട്ടിയതിന് ശേഷമാണ്, 2 വീലർ ഡ്രൈവിങ് പഠിച്ചതിന് ശേഷമാണ് എനിക്ക് കൂടുതലും ഞാനൊരു കോൺഫിഡൻറ്റ് ലെവലിലേക്ക് എത്തിച്ചേർന്നത്. ഇത് തന്നെയാണ് എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡ്രൈവിംഗ് ഒക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് വരും. ആ ഒരു ധൈര്യത്തിൽ തന്നെ നമുക്ക് മുന്നോട്ട് ജീവിക്കാനും പറ്റും. ഡ്രൈവിംഗ് അറിയാമെന്ന് കരുതി ഞാൻ മൂന്നാറിലേക്ക് എൻ്റെ 2 വീലർ ഓടിച്ചിട്ടല്ല പോയത്. ഞാൻ KSRTC ബസ്സിലാണ് പോയത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു പോയത്. നല്ലൊരു യാത്ര തന്നെയായിരുന്നു.